Hi guys, welcome back to my channel. So ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് what's in ടെസക്കുട്ടൻസ് ബോക്സ്. ഇത് നമ്മുടെ ടെസക്കുട്ടന്റെ ബോക്സ് ആണ്. സോ ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് നമുക്ക് കണ്ടാലോ. ബോക്സ് എടുത്തോണ്ട് ആളിവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം സമയം നല്ല രാവിലെയാണ്. സോ ഉറക്കമൊക്കെ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ബോക്സ് എടുത്തോണ്ടാണ് ഇവിടെ അടുത്ത് വന്ന് കിടക്കുന്നത്. സോ ഇവിടെ കിടന്നിട്ടുണ്ട് ആള്. സോ നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന്. സോ ഫസ്റ്റ് തന്നെ ടെസക്കുട്ടൻ്റെ കോമ്പാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷിറ്റ്സു ബ്രീഡ് വെച്ചിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ഇവരുടെ ഹെയറിൻ്റെ ഇഷ്യൂസ് പെട്ടെന്ന് തന്നെ നല്ല ചിക്ക് പിടിക്കും. സോ മസ്റ്റാണ് ഈ കോമ്പ്. പിന്നെ ഇത് അവളുടെ ഫുഡാട്ടോ. ഫുഡ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ബാർക്ക് ഔട്ട് ലൗഡ് എന്ന് പറയുന്ന ഫുഡാണ്. ഇത് അവളുടെ ഫുഡാണ്. പിന്നെ ഇത് ഗ്രേവി. ഇത് ഞങ്ങൾ ചെറിയ ടൈമിൽ ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണിത്. ഞാനിപ്പോൾ ഈ ഗ്രേവി പുറത്തെടുത്തപ്പോൾ തന്നെ ആള് ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. ഓക്കെ. പിന്നെ ഈ സാധനം ഞാൻ മുൻപ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ലൈക്ക് ഈ ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ട് ഞാൻ ട്രീറ്റ് വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റാണ് കേട്ടോ ഇത്. അവൾക്ക് കൊടുത്തിട്ടില്ല, അവൾ ഇനിയും അത് കണ്ടിട്ടില്ല. ആക്ച്വലി ഇത് ബോൺസ് ആണ്, ച്യൂസ് ആൻഡ് ബോൺസ്. ഇവർ കടിച്ചിട്ട് ഇപ്പോൾ ഓരോ സ്റ്റിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവള് ഒരുപാട് ടൈം എടുക്കും ഇത് കഴിച്ച് കഴിയാൻ. ഇപ്പോൾ പെട്ടെന്ന് ഇത് കഴിച്ച് തീർക്കും. സോ അതാണ് ഇത്. ജസ്റ്റ് ഒരു സ്നാക്സ് പോലെയുള്ള ഒരു ട്രീറ്റാണ്. പിന്നെ ഒബ്വിയസ്ലി ടിഷ്യൂസ്. കണ്ണിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ, കണ്ണിൽ ചീ ഉണ്ടാവും, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിഷ്യൂസാണ്. ഇതിപ്പം വേറൊരു ടിഷ്യൂ ആണ് യൂസ് ചെയ്യാറ്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പം നോർമൽ ടിഷ്യൂ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ ടെസ്സയുടെ ലൈസൻസ് ആണ് കേട്ടോ. ഇവിടെ ലൈസൻസ് ഭയങ്കര മസ്റ്റാണ്. ഡോഗ്സ് വളർത്തുന്നവർക്ക്, പെറ്റ് പാരൻസിന് എന്തായാലും ഒരു ലൈസൻസ് വേണം. സോ ടെസ്സക്കുട്ടൻ്റെ ലൈസൻസാണ് നിങ്ങൾ കാണുന്നത്. തമിഴിലാണ് ഉണ്ടാവുക കേട്ടോ. സോ ലൈസൻസ് ആണിത്. പിന്നെ ഈ ഷാംപൂ ഗൈസ്, ഇത് ഞങ്ങൾ കുറേ ആൾക്കാരുടെ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് ഹെയർ ക്വാളിറ്റിക്ക്. പക്ഷെ ഇപ്പോൾ അവൾക്ക് കുറച്ച് സ്കിൻ ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ ഈ ഷാംപൂ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ സ്കിൻ അലർജീൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ട് ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഷാംപൂ ആട്ടോ, ഓട്ട്മീൽ. ഈ ഷാംപൂ ആണ് ഇപ്പോൾ ഇവൾക്ക് സ്കിൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് പൗഡറാണ്. ഓക്കെ, പൗഡർ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ടിക്ക് ഫ്ലീ ഒക്കെ ഉണ്ടാവില്ല ഡോഗ്സിൻ്റെ മേത്ത്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. ഇവൾക്ക് ഒരു ടൈം ഞങ്ങൾ സ്നോബി പൂച്ച ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്നോബിക്ക് ഇതുപോലെ ഒരു ഫ്ലീ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ സ്നോബിയുടെ കൂടെ ഇടപെട്ടിട്ട് ഇവൾക്കും ആ ഫ്ലീ വന്നു. അപ്പോൾ വാങ്ങിയതാണ് ഈ പൗഡർ. ഇത് യൂസ് ചെയ്തിട്ട് കുറേ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ പുറത്തുള്ള സ്ട്രീറ്റ് ഡോഗ്സ് ആയ കന്നാസും കുട്ടികൾക്കൊക്കെ ഇത് ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെയുള്ളത് ഇതും അത് തന്നെയാണ്. ഇത് ടിക്ക് ഇതുപോലെ ടെസ്സ വന്നിട്ട് പുറത്ത്, ഞങ്ങൾ അധികം ടെസ്സേനെ വീട്ടിൻ്റെ പുറത്തൊന്നും വിടാറില്ല. പക്ഷെ കുറച്ച് കാലം അവൾ ഡോറ് തുറന്നാലേ പുറത്തേക്ക് ഓടുമായിരുന്നു. അപ്പോൾ കന്നാസും കുട്ടികളൊക്കെ ഉള്ളിൽ വന്നുകൊണ്ട് അവരുടെ മേത്തുള്ള ഈ ടിക്ക്, അത് ആദ്യമായിട്ടാണ് ടെസ്സക്ക് ഇത്ര ഒരു 2 ഇയേഴ്സിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ടെസ്സക്ക് ഇങ്ങനെ ടിക്സ് വന്നത്. അത് അവരുടെ പുറത്ത് അവരൊക്കെ വന്നതിന് ശേഷം ഇവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് അവർക്ക് വന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ സജസ്റ്റ് ചെയ്ത ഒരു ഷാംപൂ ആണിത്. സോ അതാണിത്. പിന്നെ ഇതൊന്നുമില്ല, ഇതാണ് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഷാംപൂ മിക്സ് ചെയ്യില്ലേ, അതാണ് സംഭവം. ഇത് ഇയർ ക്ലീനിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു ക്ലെൻസർ ഫ്ലഷ് സൊല്യൂഷനാണ്. ഇയർ ക്ലീനിങ് ആണ് ഇത്. അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ കുളിക്കാനൊക്കെ മടിയാണെങ്കിൽ ഇയർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കുളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ ചെവി ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര സുഖമാണ് അവൾക്ക്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതറിയാലോ, ഫസ്റ്റ് ഞാൻ കട്ടിങ് പ്ലെയർ ആണെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ദിസ് ഇസ് നെയിൽ കട്ടർ. നെയിൽ കട്ട് ചെയ്യാൻ അവൾക്ക് ഇഷ്ടമല്ല, പേടിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരൊക്കെ ചേർന്ന് പിടിച്ചിട്ടാണ് നെയിലൊക്കെ കട്ട് ചെയ്യുന്നത്. അയ്യോ എണീക്കണം. ആളിവിടെ എണീക്കാൻ നോക്കുകയാണ്. വാ മോളെ, ഇങ്ങോട്ട് വരുന്ന ബാ, ഇങ്ങോട്ട് വാ. ഇത് ടെസ്സക്കുട്ടിൻ്റെ സ്പ്രേ ആണ്, പെർഫ്യൂം. കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി അടിച്ചു കൊടുക്കാം പെർഫ്യൂം.
ഇതൊന്നുമില്ല, ഇതുകൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ മരുന്ന് കാലിയായി, കുറച്ചേ ഉള്ളൂ. ആ മരുന്നാണ് സ്കിൻ ഇഷ്യൂസും പിന്നെ അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഹെയർ കട്ടിങ്. പിന്നെ ഇവളുടെ ഒരു ടോയും ഇതും ഇതാണ് നമ്മുടെ പഞ്ഞി കോട്ടൺ. ഓക്കെ, സോ ഇപ്പോൾ ഇതൊക്കെ ആണ് സാധനം. ഒരു തോർത്തുകൂടി ഉണ്ട് കേട്ടോ, കുളിച്ചു കഴിഞ്ഞാൽ തോർത്തുണ്ട്. അത് അവിടെ പുറത്ത് ഉണങ്ങായിട്ടിരിക്കുകയാണ്. ഉണങ്ങാനിട്ടതല്ല, പുറത്തിട്ടിട്ടല്ല, പോയെടുക്കാൻ നല്ല മടിയുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുക. അതെന്താന്ന് വെച്ചാൽ അതൊരു ബോർഡ് പോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ടെസക്കുട്ടിന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു വേർത്തായ സാധനങ്ങൾ, ഞങ്ങൾക്ക് പൈസ നഷ്ടമായില്ല എന്ന് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു പുറത്താരെ പോകും. ആ തോർത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബോർഡ് പോലെ ഉണ്ടാവും കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഇവരുടെ മേത്തേക്ക് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം അബ്സോർബ് ചെയ്തിട്ട് നല്ലോണം അബ്സോർബ് ആക്കും. അപ്പോൾ നല്ലോണം അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം ഫുള്ള് പോകും. നമുക്ക് കാണുമ്പോൾ അതൊരു തോർത്തായിട്ട് തോന്നുന്ന ഒരു ബോർഡ് പോലെയാണത്. അപ്പോൾ അതാണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് എന്താ പറയുക, ഇത്രയും കാലം വാങ്ങിയിട്ടും ഞങ്ങൾക്ക് നല്ല കുറച്ച് എക്സ്പെൻസീവായ സാധനമായിരുന്നു. പക്ഷെ നല്ല യൂസ്ഫുൾ ആണ്. കുളിച്ചു കഴിഞ്ഞാലും എന്താ പറയുക, നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സാധനം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു തോർത്താണോ എന്ന് വരെ തോന്നിയപ്പോൾ കണ്ടില്ലേ, ഒരു ബോർഡാണ് ഇത് കാണുമ്പോൾ. പക്ഷെ ഇത് നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെയാവും, ഒരു ഷീറ്റ് പോലെയാവും. ഷീറ്റല്ല, ഒരു ക്ലോത്ത് മെറ്റീരിയൽ പോലെ തന്നെ ആവും. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയോണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ആൻഡ് വെരി വെരി യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയി എടുക്കാൻ മടിയൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയാത്ത പെറ്റ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിച്ചത്. വെരി യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല തുണി പോലെയാവും. അതെടുത്തിട്ട് ഇവർക്ക് നല്ലോണം ഇവരുടെ മുടിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നമുക്കത് തുടച്ചെടുക്കാൻ പറ്റുന്നത്. വേഗം ഡ്രൈ ആവും ഹെയർ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് ആള്. ഇതാ കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഫുള്ള് യെല്ലോ കളർ. ഇത് നോക്കിയതാ. ഇനി ഇവൾക്ക് സ്കിൻ ഇഷ്യൂ നന്നായിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഭയങ്കര എന്താ പറയാ, ചൊറിച്ചില. എന്താണ് ഇതിന്റെ കാര്യം ഒന്നും അറിയില്ല. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല, ഞങ്ങൾ എടുക്കാത്ത ടെസ്റ്റുകളില്ല. എല്ലാ ടെസ്റ്റും എടുത്തു. എന്താ പറയാ, PCR അങ്ങനത്തെ ടെസ്റ്റൊക്കെ എടുത്തു. പക്ഷെ എല്ലാത്തിലും നോർമലാന്നാ പറഞ്ഞത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, ഇനി ഒന്നും നോക്കാനില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇവൾക്ക് ഭയങ്കരമായിട്ട് അലർജിയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ഇഷ്യൂസ് ഇല്ല, പക്ഷേ ഈ പിങ്ക് കളറും പിന്നെ ഫുൾ ടൈം ഇച്ചിങ് ആണ്. അപ്പം നിങ്ങളുടെ ഡോഗ്സിന് എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്ന് നോക്കായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇവളിങ്ങനെ ഫുൾ ടൈം ചൊറിഞ്ഞ് കാണുമ്പോഴേ ഞങ്ങൾക്ക് ഒരു വിഷമാവും. എത്രയെന്ന് വെച്ചാൽ പിന്നെ പേടിപ്പിക്കാനും കഴിയില്ല, അവൾക്ക് ചൊറിയുന്നോണ്ടല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതങ്ങ് അറിയെങ്കിൽ ഇതാക്കണം. ഞങ്ങൾ ഈ ആഴ്ച കൂടെ വേറെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അല്ലേ കുട്ടാക്കി? ഇത് നോക്കി, ഇതാരാ ഇതിവിടെ ഗൈസ്? അവിടെ നോക്കിയത്, ഇവിടെ നോക്കി, ഇവിടെ ഇതാരാ? ഒരു പട്ടിക്കുട്ടി ഇതെവിടെ? ഇതാരാ? ആൾക്ക് ക്യാമറ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇതാരാ നോക്കുന്നുണ്ട്? അവിടെ നോക്കിടി. ഇവിടെ നേരിട്ട് വേറെ ഡോഗ് കണ്ടാൽ ഇവിടെ മുഖം തിരിച്ചു കളയും ഗൈസ്. എന്താന്ന് പറഞ്ഞത് ഇവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.